ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. 3 BHK എന്ന് പറഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് 4 OTT റിലീസ് ആവുന്നുള്ള കേൾക്കുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. പിന്നെ കണ്ണപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആമസോൺ പ്രൈമിലൂടെ ജൂലൈ 25 OTT റിലീസ് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ബൾട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഷൈനികത്തിൻ്റെ അവിടെ ഓഗസ്റ്റ് 29 റിലീസ് ആവുന്നുള്ളതാണ് കേൾക്കുന്നത് ഒഫീഷ്യലായിട്ട് അവർ അറിയിച്ചുള്ളത് അങ്ങനെയാണ്. പിന്നെ ശങ്കർ അടുത്തായിട്ട് വേൽപ്പാരി എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള പടമാണ് എടുക്കാൻ പോകണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ സ്കെയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗെയിം ഓഫ് ത്രോൺസ് അവതാറൊക്കെ പോലെ. എന്തായാലും ഇന്ത്യൻ 3 എന്ന് പറഞ്ഞ പടത്തിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ ആൾ ഇതിലേക്ക് കിടക്കുന്നത്. ഇന്ത്യൻ 3 ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചാണ്. അതിൻ്റെ ബാക്കി പരിപാടികളുണ്ട്, അത് തീർത്തിട്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും സൂര്യൻ വിക്രമായിരിക്കും പടത്തിൽ മെയിൻ കഥാപാത്രങ്ങളായി എത്തുക കേൾക്കുന്നുണ്ട്. 2027 പടത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങാന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ മിറ എന്ന് പറഞ്ഞിടത്തിലത്തെ ഫസ്റ്റ് വരാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വൈബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ഇറക്കി ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വൈബ് ഓൺ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഇറക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ റെക്ക മുലൈത്ത എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഓഡിയോ പുറത്തിറക്കി ഇടാൻ പോവാണ്. അത് ഇന്ന് 4 മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. വിജയ് സേതുപതിയും അതേമാതിരി AR മുരുകദോസും കൂടിയിട്ടാണ് പുറത്തിറക്കി ഇടുക. പിന്നെ തലവൻ എന്ന് പറഞ്ഞിടത്തിന്റെ ട്രെയിലർ 5 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലം എന്ന് പറഞ്ഞിടത്തിന്റെ 4 days to go പോസ്റ്റർ വന്നു. പിന്നെ വിജയ് ദേവരകൊണ്ട 2 പുതിയ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, കിങ്ഡം എന്ന് പറഞ്ഞിടത്തിന്റെ പ്രൊമോഷനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആൾ ഇറക്കിയിട്ടുള്ള 2 ഫോട്ടോകളാണ്. എന്തായാലും ഒരു പ്രത്യേകതരം ലുക്കായിട്ടുണ്ട്. പിന്നെ സാഹസം എന്ന് പറഞ്ഞിടത്തിലെ സന്താത്ത സഖി എന്ന് പറഞ്ഞിട്ടുള്ള സോങ് പുറത്തിറങ്ങി. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിരുന്നു. നല്ല ടീച്ചറായിരുന്നു. എന്തായാലും ട്രെൻഡിങ് 1 ആയിട്ടുണ്ട്. പിന്നെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിടത്തിന്റെ യൂബാരെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കരിവീതി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആനന്ദി അഭിനയിക്കുന്ന പടമാണ്. എന്തായാലും ആളുടെ ഈ പടത്തിലത്തെ പേര് ഇത് തന്നെയാണ്. പിന്നെ കില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള പടം SS സൂര്യ ഡയറക്ഷൻ ചെയ്യുന്ന പടമാണ്. എന്തായാലും ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് 1, 2, 3 പോസ്റ്റേഴ്സാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും SS സൂര്യ ഒഴുകിയതിൽ പ്രീതി അസ്രാനി എന്ന് പറഞ്ഞിട്ടുള്ള ആളും അഭിനയിക്കുന്നുണ്ട്. പിന്നെ ആളുടെ ബർത്ത്ഡേ ആയിട്ടായിരുന്നു ഇതൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ലവ് ഇൻഷുറൻസ് കമ്പനി LAK എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്തുനിന്നും ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ മാരിസ എന്ന് പറഞ്ഞിടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 3 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മെട്രോ എന്ന് പറഞ്ഞിടത്തിലത്തെ ജമാന LAK എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി, വീഡിയോ സോങ് ആണ്. പിന്നെ പടത്തിൽ തന്നെ ഗൈദാശ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ്ങും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ സിജുവത്സവം മെയിൻ കഥാപാത്രമായി എത്തുന്ന ഡോസ് എന്ന് പറഞ്ഞിടത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറയില്ല, ടൈറ്റിൽ പോസ്റ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ആള് കൂടാതെ ജഗദീഷ്, അശ്വിൻ കുമാർ, ദൃശ്യ രഘുനാഥ്, കൃഷ കുറുപ്പ് ഇവരൊക്കെ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രൻസ് അഭിനയിക്കുന്ന പടത്തിന്റെ റിലീസ് ഓഗസ്റ്റ് 1 എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പരശക്തി എന്ന് പറഞ്ഞിടത്തിന്റെ പൊള്ളാശ്ശേരിത്തെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ശിവകാർത്തികൻ ജോയിൻ ചെയ്തിട്ടില്ല. അടുത്ത ആഴ്ച ഇതിൽ ജോയിൻ ചെയ്യാളെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ധനുഷിന്റെ 54ാമത്തെ പടത്തിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്, ചെന്നൈയിലാന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ടിക്കറ്റ് എന്ന് പറഞ്ഞിടത്തിൽ ഇപ്പോൾ നെസ്ലം വന്നിരുന്നു, സംഗീത് പ്രതാപ് വന്നിരുന്നു. ഇവർ കൂടാതെ ഇപ്പോൾ പൃഥ്വിരാജ് ഈ പടത്തിൽ ഒരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം. പിന്നെ ഖലീഫ എന്ന് പറഞ്ഞിടത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പൂജ കാണുന്നതിന്റെ ഒരു ക്ലാപ്പ് ബോർഡിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മിരുത്തൻ 2 ജയരവിയുടെ അല്ലെങ്കിൽ രവി മോഹന്റെ ഇനി വരാൻ പോണ പടം. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ പരിപാടികൾ 2026 ലാസ്റ്റിലൊക്കെ ആയിട്ട് തുടങ്ങുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം. ആളുടെ വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ 45ാമത്തെ പടം. ഈ പടത്തിന്റെ ടീച്ചർ വരുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ 23 സൂര്യയുടെ ബർത്ത്ഡേക്ക്. എന്തായാലും അന്ന് തന്നെ ഇതിന്റെ ഫസ്റ്റ് ലുക്കും വരുന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ കൂലി എന്ന് പറഞ്ഞിടത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് HM അസോസിയേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് 14 കോടിക്കാണ് എടുത്തിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. മുന്നേ 12 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും 14 കോടിക്കാന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഏകദേശം 35 കോടിയുടെ മുകളിലേക്ക് കളക്ഷൻ കിട്ടണം ഇവിടുന്ന് പടം വിജയിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ പടത്തിന്റെ കഥ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ രജനീകാന്ത് ഒരു വിന്റേജ് വാച്ച് കൂലിയുടെ ഗ്ലിംസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു അനൗൺസ്മെന്റ് വീഡിയോ പുറത്തിറക്കിയപ്പോൾ മുതൽ കാണുന്നതാണ് ഈ വാച്ചിന്റെ പരിപാടി. എന്തായാലും ആ വാച്ചിലുള്ളൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ആൾ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഇഷ്യൂസ് ആയിട്ട് കുറെ മാഫിയ ഇതിൽ ഇടപെടും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണ് കഥ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്നുള്ളത് നോക്കിനെ വേണം. പിന്നെ വാർ 2 എന്ന് പറഞ്ഞതിന്റെ ട്രെയിലർ വരുന്നത് പറഞ്ഞിരുന്നു. അത് ജൂലൈ 23 ആവാനാണ് കൂടുതൽ ചാൻസ്. ചിലപ്പോൾ 24 25 ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. മിക്കവാറും 23 വരും. അപ്പോൾ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മിനിറ്റും 39 സെക്കൻഡാന്നുള്ളതാണ് കേൾക്കുന്നത് ഈ ട്രെയിലറിന്റെ. പിന്നെ ജോഷി ഉണ്ണിമുന്തൻ ഒന്നിക്കാൻ പോവാണ്. ജോഷി ഉണ്ണിമുന്തനെ ശരിക്കും പടം എടുക്കാൻ പോവാണ്. അപ്പോൾ ജോഷി ഇന്ത്യ ഉണ്ണിമുന്തൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ പടം ഒരു ആക്ഷൻ എന്റർടൈനർ പടമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിമുന്തൻ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് പടം എടുക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരുന്നത് പ്രതീക്ഷിക്കാം. പിന്നെ ഫഹദ് വാസൻ വെച്ചിട്ട് ജീത്തു ജോസഫ് ഒരു പടം എടുക്കുന്നത് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. ഈ ഫോർ എന്റർടൈൻമെന്റ് ആയിരിക്കും പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഡിസംബറിലായിട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്, ഈ വർഷം തന്നെ. പിന്നെ ജീത്തു ജോസഫ് അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് ദൃശ്യം 3 ആണ്. അപ്പോൾ അതിന്റെ പരിപാടികൾ തുടങ്ങും എന്ന് പറഞ്ഞിരുന്നത് ഒക്ടോബറിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കേണ്ട സെപ്റ്റംബർ പകുതിയോടെ കൂടിയിട്ട് പരിപാടികൾ തുടങ്ങും എന്നുള്ള രീതിയിൽ. എന്തായാലും മോഹൻലാലിന്റെ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം അതാണ്. പിന്നെ റോന്ത് നാനായിട്ടുള്ള പടത്തിന്റെ OTT റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ 22 പടം OTT റിലീസ് ആകാൻ പോകുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷയിലായിരിക്കും പടം പുറത്തിറങ്ങുക. എന്തായാലും നല്ല അഭിപ്രായം കിട്ടിയ പടമാണ്. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തേക്കുന്നു. അതിന്റെ 2ാം ഭാഗം ഇനി വരാണ്ട്. പ്രഭാസാണ് മെയിൻ കഥാപാത്രം എത്തിയിട്ടുള്ളത്. വില്ലനായിട്ട് കമലഹാസനാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമലഹാസൻ ഈ പടത്തിൽ ഒരു 90 മിനിറ്റിന്റെ സ്ക്രീൻ ടൈം ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിന് ആൾ 150 കോടിയോളം സാലറി വാങ്ങിച്ചെന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പടം ഗംഭീരമായി വരുന്നു പ്രതീക്ഷിക്കാം. ഫസ്റ്റ് പാർട്ട് ഗംഭീര സാധനം തന്നെയായിരുന്നു. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞിട്ട് തളപതിയുടെ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകാനുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഓഗസ്റ്റിൽ ഉണ്ടാവും എന്നുള്ള കൺഫേം ആയിട്ടുണ്ട്.
എന്നുവെച്ചാൽ അടുത്ത മാസം ഉണ്ടാവുന്നുള്ളു. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ മാഷനാരായണൻ പടം. പാട്രിയോട്ട് എന്നാണ് പടത്തിൻ്റെ പേര്. അത് ഒഫീഷ്യലായി അവർ പറയാത്തടത്തോളം കാലം എന്നുള്ള രീതിയിൽ തന്നെ പറയാം. മോഹൻലാൽ കൺഫേം ചെയ്തിട്ടുണ്ട്, എന്നാലും അവർ ഒഫീഷ്യലായിട്ട് പുറത്തിറക്കി ഇട്ടിട്ടില്ല. എന്തായാലും ഈ പടത്തിൽ മമ്മൂട്ടിയുടെ ഒരു 50 ദിവസത്തെ ഷൂട്ടുകളാണ് ഈ ബാക്കിയുള്ളതെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഈ ഷൂട്ട് ഓഗസ്റ്റിൽ തുടങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ. എന്തായാലും ഗംഭീര വരട്ടെ. പിന്നെ മാഷനാരായണൻ അടുത്തതായിട്ട് തമിഴിൽ ഒരു പടം ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എനിക്ക് 370 എന്നുള്ള രീതിയിലാണ് താൽക്കാലികമായിട്ട് പേര് വെച്ചിട്ടുള്ളത് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഫോർമുല 1 ഡ്രൈവറാണ് നരൻ കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അതിൻ്റെ രീതിയിലാണ് എനിക്ക് എന്നുള്ള കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബയോപിക് പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോക്കി അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.